ഫുള്ള് സ്പൈസസും ഈന്തപ്പഴമൊക്കെയാണ്. ഇത് നമ്മുടെ കറുവപ്പട്ടയാണ്, അത് റോളാക്കി വെച്ചേക്കുന്നത് കറുവപ്പട്ട. നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ഒരു സംഭവമാട്ടോ. എന്താ അതിൻ്റെ പേര് പറയുന്നത്? വേണ്ട, അത് മതി. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ ടൗണിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണമായിരിക്കും. നമ്മൾ മൂന്നാർ ടൗണിൽ ഒന്ന് നിർത്തിയതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് കരിക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോകണമായിരിക്കും. ഇവിടെ വണ്ടിയിൽ കരിക്ക് ഇങ്ങനെ വിൽക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് ക്ഷീണിച്ച് ഇരിക്കുന്നതുകൊണ്ട് കരിക്ക് കുടിക്കാമെന്ന് വിചാരിക്കും. കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, ക്ഷീണമൊക്കെ മാറി നല്ല എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ജ്യൂസ് കുടിക്കണേക്കാളും നല്ലത് കരിക്ക് വെള്ളം കുടിക്കുന്ന കേട്ടോ. പിന്നെ ഈ കരിക്ക് കുടിച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാഹവും മാറും. അതിനകത്തുനിന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കഴിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് വിശപ്പും കൂടെ മാറും. അപ്പോൾ നമ്മളെല്ലാവർക്കും ഓരോ കരിക്കൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളവും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കിട്ടുന്ന പോലത്തെ കരിക്ക് വെട്ടാനാണ് പുള്ളിയോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ പുള്ളി ഒരു ഓമനിയിൽ വന്നിട്ടാണ് ഇവിടെ കരിക്ക് വിൽക്കുന്നത് കേട്ടോ. ഷോപ്പ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും പുള്ളി ഓരോ കരിക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ള കരിക്കാണ് നമുക്ക് കിട്ടിയത്. നല്ല വലിപ്പമുള്ള കരിക്കാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കരിക്ക് കുടിച്ച് ഇനി ഇവിടെ നിന്ന് നേരെ പോകാനുള്ള പരിപാടിയാണ്. കരിക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല എനർജിയും ആ ക്ഷീണമൊക്കെ അങ്ങ് മാറിയിടും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ മൂന്നാർ ആ ടൗണിലേക്ക് ഡയറക്റ്റ് പോകാതെ തന്നെ നമുക്ക് എറണാകുളത്തിന് പോകാനായിട്ട് സാധിക്കും. മൂന്നാർ ടൗണിലേക്ക് അന്യായ തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ എത്തും. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കരടിപ്പാറ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് അടിമാലിക്ക് എത്തുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് സ്പൈസസും ചായപ്പൊടിയും കോഫി പൗഡർ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു വലിയ കടയുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇത് കണ്ണിപ്പെടും കേട്ടോ. നമുക്ക് ആ ഷോപ്പിലേക്ക് കയറി നോക്കാം, ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. ഇത് കയറുമ്പോൾ തന്നെ ആണെങ്കിൽ നല്ല പ്രീമിയം ലുക്കിലെല്ലാം അടുക്കി പിറക്കി ഓരോരോ റാക്കിക്കോടെയാണ് എല്ലാ ഐറ്റംസും അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. സ്പൈസസ്, ചോക്ലേറ്റ്, ചായപ്പൊടി, കോഫി പൗഡർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളും നാറിൽ പ്രൊഡക്ഷനുള്ള ഒരുപാട് സാധനങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചോക്ലേറ്റ് വേണം നമുക്ക്, ഓഫീസിലേക്ക് ഒരു സെറ്റ് എടുക്കാം. ഈ ഒരു സെക്ഷനിലേക്ക് പോയപ്പോൾ നോക്കി, ഇവിടെ ഫുള്ള് സ്പൈസസും ഈന്തപ്പഴമൊക്കെയാണ്. ഇത് നമ്മുടെ കറുവപ്പട്ടയാണ്, അത് റോളാക്കി വെച്ചേക്കുന്ന കറുവപ്പട്ട. അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് കറുവപ്പട്ട നമ്മൾ നോർമൽ മേടിക്കുന്ന പോലെയുള്ള തൊലിയായിട്ടുള്ള കറുവപ്പട്ടയുണ്ട്. ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ഒരു സംഭവം കേട്ടോ. എന്താ അതിൻ്റെ പേര് പറയുന്നത്? അതേപോലത്തെ ഐറ്റംസിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെ ഫുള്ള് കേട്ടോ. കുട്ടികളൊക്കെ അവൈലബിൾ ആണ്. കായപ്പൊടിയൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ, നല്ല മണമുള്ളത്. അപ്പം ഞാൻ അവിടെ നിന്ന് നമുക്ക് വേണ്ട കുറച്ച് കോഫി പൗഡർ എടുത്തു. കോഫി പൗഡർ അവിടെ തൂക്കി തരുകയും ചെയ്യും, പാക്കറ്റായിട്ടും വെച്ചിട്ടുണ്ടോ. പല റേറ്റിൻ്റെ ഇതൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടിലും ചോക്ലേറ്റ് ഉണ്ട്. ഇതെല്ലാം വേണം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് പർച്ചേസ് ചെയ്താൽ. അപ്പോൾ ഞങ്ങളവിടെ ചോക്ലേറ്റൊക്കെ അത്യാവശ്യം എല്ലാം ട്രൈ ചെയ്തിട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് നല്ല നൈസായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മേടിച്ചാൽ മതി, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഇതുകൊണ്ട് ആ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് സ്പൈസസൊക്കെ പിന്നിങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ കൂട്ടി മേടിക്കാം കേട്ടോ. ഏറ്റവും ഹെൽത്തി അത് റൈസ് വേണത്തല്ല, റൈസ് വേണോ? വേണ്ട, അത് മതി. ഹൽവ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് ചായപ്പൊടികളാണ്. അപ്പോൾ ഫുള്ള് റിപ്പിൾ ടീൻ്റെ ചായപ്പൊടികളാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല പല ഫ്ലേവറുള്ളതും ഫ്ലേവർ ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള ചായപ്പൊടികളും കോഫി പൗഡറുകളും ഒക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ചോക്ലേറ്റും ചായപ്പൊടിയും കോഫി പൗഡറൊക്കെ മേടിച്ച് നമ്മളിനി ബില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ക്യാഷ് കൗണ്ടർ തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളവിടെ നിന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് നമ്മളിനി ഇവിടെ നിന്ന് നേരെ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.